ഹലോ, വെൽക്കം ടു ജൂനീസ് വേൾഡ്. ഇപ്പോൾ ഇവിടെ രാവിലെ പറയാനുള്ള വാക്യം സങ്കീർത്തനം 1-ാം അധ്യായം 1-ാം വാക്യം 2-ാം വാക്യം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എവിടെ ന്യായപ്രമാണത്തെ രാപ്പകൽ സന്തോഷിച്ച് അതിൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കണ്ട, പാപികളുടെ വഴി നിൽക്കേണ്ട, പരിഹാസക്കാരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ ഞാൻ ചെയ്യുന്നുണ്ടോ പരിശോധിക്കുന്നു. ഞാനും ചെയ്യേണ്ടതാണ്. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുവാൻ നമ്മൾ കടമ്പെട്ടവരാണ്. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ബൈബിൾ വചനം, അത് നമ്മൾ വായിക്കാം. അപ്പോൾ നമ്മുടെ ആത്മാവിന് പുഷ്ടി ലഭിക്കും. നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവം അനുഗ്രഹിക്കും. അത് നടക്കും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസക്കാരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എവിടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. നാം അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കാം. ജീവിതത്തിലോ മറ്റ് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ ചുമ്മാതിരിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതുപോലെ യഹോവ പറയുന്ന, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ 16-ാം അധ്യായം 31-3-ാം വാക്യത്തിൽ പറയുന്നു ഈ വാക്യം. അതുപോലെ നമ്മൾ പറയാം, കഷ്ടതയും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറി നിന്ന് കർത്താവിനെ ധ്യാനിക്കാം. ഈ ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. നമ്മൾ ഓർക്കാം, നമ്മൾക്ക് എല്ലാം നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം, കൃപ നമുക്ക് ലഭിക്കുവാൻ നമ്മൾ അനുദിനം ബൈബിൾ വായിക്കണം. കർത്താവ് നമ്മുടെ വചനത്തിൽ ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. ദുഷ്ടന്മാരുടെ ആലോചന നടക്കാതെയും, അനേക ദുഷ്ടാലോചന കൊണ്ട് വരും, അതൊന്നും എടുക്കണ്ട. പാപികളുടെ വഴി നിൽക്കാതെ പരിഹാസിക്കാരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ കർത്താവിൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കാൻ നമ്മൾ ഒരുങ്ങാം. കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷ സമാധാനം ലഭിക്കും. മറ്റുള്ളവർക്കും നമുക്കും ഒരു അനുഗ്രഹം, മറ്റുള്ളവർക്കും അനുഗ്രഹമായിരിക്കുവാൻ നമ്മൾ കടമ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കാം, രാപ്പകൽ ധ്യാനിക്കാം. അവൻ വചനത്തെ ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് സമാധാനവും സന്തോഷവും സമൃദ്ധിയും നൽകി തരുന്നതാണ്. കർത്താവിൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ആമേൻ.